സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ പാരൻസിൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന കൺസേൺ എന്താ? ഇനി ഒരു 60 days ഇവർ വീട്ടിലിരിക്കും, ഫോണും ഗെയിംസും നെറ്റ്ഫ്ലിക്സും ഒക്കെ ആയിട്ടല്ലേ? മിക്ക പാരൻസും ഇത് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ആസ് എ പാരൻറ്റ് എനിക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വെക്കേഷൻ എങ്ങനെ പ്രൊഡക്റ്റീവായി നമുക്ക് മാറ്റാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ സ്കൂളിൽ നിന്ന് കുറേ സ്കിൽസൊക്കെ അവർ ഡെവലപ്പ് ചെയ്യും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി അതൊന്നും സംഭവിക്കുന്നില്ല അല്ലേ? ഞാൻ ധാരാളം പാരൻസിനോട് സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് 6 മുതൽ 10 വരെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പാരൻസിനോട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. എൻ്റെ മോൾക്ക് എല്ലാം അറിയാം, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കും, പക്ഷെ 10 മിനിറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല. വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്, പക്ഷേ ആൻസർ അറിയില്ലെങ്കിൽ എക്സാം ഹാളിൽ വെച്ച് പാനിക്കാവും. ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലാതെ വേറെ ഒന്നും വായിക്കാറില്ല. ഇങ്ങനെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടാറുണ്ട്. സോ സത്യം ഇതാണ്, ഇതൊന്നും ആക്ച്വലി അക്കാഡമിക്കൽ ഇഷ്യൂസ് അല്ല, മറിച്ച് ഇതൊക്കെ അവരുടെ സ്കിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. സോ ഈ ഒരു വെക്കേഷനിൽ ഈ ഒരു 60 days നമുക്ക് ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഇന്ന് 7 കാര്യങ്ങൾ ഞാൻ പറയാം, 7 ഹാബിറ്റ്സ് ആൻഡ് സ്കിൽസ്. ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് കുട്ടികളിൽ ജെന്റിലായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 7 സ്കിൽസ്. തീരെ പ്രഷർ കൊടുക്കാതെ, ഒരു ടൈറ്റ് ഷെഡ്യൂളൊന്നും ഇല്ലാതെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന സ്കിൽസ്. ഫസ്റ്റ് വൺ, മാത്ത് എവറി ഡേ, പെൻ ആൻഡ് പേപ്പർ, നോ ഷോർട്ട് കട്ട്സ്. വെക്കേഷനിൽ ബുക്സിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? യെസ്, ഐ ഡു എഗ്രി ദാറ്റ്. പക്ഷേ മാത്സ് എന്ന് പറയുന്നത് അങ്ങനെ ബ്രേക്ക് എടുക്കേണ്ടതല്ല. കാരണം മാത്സ് ഒരു സബ്ജക്റ്റ് അല്ല, മാത്സ് ബ്രെയിനിന്റെ ഒരു എക്സസൈസ് ആണ്. അത് ലോജിക് ബിൽഡ് ചെയ്യാനും അതുപോലെ പേഷ്യൻസ് ബിൽഡ് ചെയ്യാനും, ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലത്തിന് മുന്നിൽ ഇരുന്ന് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ നമ്മുടെ കുട്ടികൾ ഇരുന്ന് സോൾവ് ചെയ്യുമല്ലോ. അപ്പോൾ അവരെന്ത് സ്ട്രെങ്താണ് ബിൽഡ് ചെയ്യുന്നത്? യെസ്, അങ്ങനെ ഒരു ഗിവ് അപ്പ് ചെയ്യാതെ സോൾവ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ മാത്ത് പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ദിവസം ഒരു 20 to 30 minutes കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ പെൻ ആൻഡ് പേപ്പർ, കംപ്ലീറ്റ്ലി പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്ത് നമ്മുടെ കുട്ടികൾ മാത്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ, തിങ്ക് ചെയ്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഹാബിറ്റ് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അവരെ ഒരുപാട് ഷാർപ്പാക്കും. നെക്സ്റ്റ്, ഫോക്കസ്. ഈ ജനറേഷനിൽ വേണ്ട ഏറ്റവും വലിയ സ്കില്ലാണ് ഫോക്കസ്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ അറ്റൻഷൻ ഒരു 30 സെക്കൻഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ നോട്ടിഫിക്കേഷൻസും ഓരോ റീൽസും ഓട്ടോ പ്ലേകളും ഇതൊക്കെ കുട്ടിയെ ഡീപ്പ് തിങ്കിങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വെക്കേഷനിൽ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? സിമ്പിൾ, ഒരേ ഒരു കാര്യം മാത്രം ഒറ്റ സമയത്തിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പസിൽസ് ആവട്ടെ, റീഡിംഗ് ആവട്ടെ, മാത്ത് പ്രോബ്ലംസ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്നതാവട്ടെ, ഇത് ഓരോന്നും ഒരു ടൈമിൽ ഒരെണ്ണം മാത്രം ചെയ്യാൻ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട, മൾട്ടി ടാസ്കിങ് ഒന്നും വേണ്ട, ജസ്റ്റ് വൺ തിങ് അറ്റ് എ ടൈം. നെക്സ്റ്റ് ഇസ് റീഡിങ്, റിയൽ റീഡിങ്. ബുക്സോ ന്യൂസ് പേപ്പറോ എന്തോ ആവട്ടെ, വാട്സാപ്പ് ഫോർവേഡൊന്നും അല്ല കേട്ടോ. ഒരു കുട്ടി ശരിക്കും വായിക്കുമ്പോൾ അവരുടെ വൊക്കാബുലറി ഡെവലപ്പ് ആവുന്നുണ്ട്, അതുപോലെ അവരുടെ ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ആവുന്നുണ്ട്, അവരുടെ ഒപ്പീനിയൻസ് ഫോം ആവും, അവർ ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. സോ ഈ ഒരു വെക്കേഷനിൽ നമ്മുടെ കുട്ടികളെ പുസ്തകം വായിക്കാൻ എൻകറേജ് ചെയ്യാം. സിമ്പിൾ സ്റ്റോറി ബുക്സ് ആണെങ്കിലും ഫൈൻ. പക്ഷേ റീഡിങ് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 3 കാര്യങ്ങൾ അവരോട് എഴുതാൻ പറയണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നോട്ട് മേക്കിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഇറ്റ്സ് എ പവർഫുൾ ടൂൾ. നെക്സ്റ്റ് ഇസ്, ഉത്തരം അറിയില്ലെങ്കിലും കണ്ടെത്താൻ പഠിപ്പിക്കണം. ഞാൻ ശരിക്കും വിശ്വസിക്കുന്ന ഒരു സ്കില്ലാണിത് കേട്ടോ. ഉത്തരം അറിയുന്ന കുട്ടി സ്മാർട്ടാണ്, പക്ഷെ ഉത്തരം അറിയാത്തപ്പോൾ പേടിക്കാതെ ചോദിച്ചും ചിന്തിച്ചും അന്വേഷിച്ചും അത് കണ്ടെത്താൻ പഠിക്കുന്ന കുട്ടികളാണ് ലൈഫിൽ കൂടുതൽ സക്സസ് ആവുക. അതുകൊണ്ട് ഒരു കുട്ടി എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ആൻസർ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കാതെ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്ന് പറയാം. ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചെറിയ ഹിൻസൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ആ ഉത്തരം കണ്ടുപിടിപ്പിക്കണം. കാരണം പുസ്തകത്തിലെ അറിവ് മാത്രം പോരാ,
ജീവിതം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ച ഒരു മനസ്സ് വേണം. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം, റെസ്പോൺസിബിൾ ആയി സെർച്ച് ചെയ്യാൻ. ഈ റിസർച്ച് ചെയ്യാനുള്ള ഈ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അത് പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ആ കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായി പഠിക്കാനുള്ള ശീലമൊക്കെ ആക്ച്വലി ഒരു എക്സാമിനും ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അത് ഏത് കരിയർ ആയാലും ആ ഒരു സ്കില്ല് നമുക്ക് വേണ്ടതാണല്ലേ. യെസ്, നെക്സ്റ്റ് ഈസ് ദി കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഇത് പല പാരൻസും അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ, കുട്ടികളെ ആക്ച്വലി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ നന്നായി പ്രോത്സാഹിപ്പിക്കണം. അവരുടെ അതേ പ്രായത്തിലുള്ള കൂട്ടുകാരോട് മാത്രമല്ല, ബന്ധുക്കളോടും അയൽക്കാരോടും മുതിർന്നവരോടും ഒക്കെ അവർ സംസാരിക്കട്ടെ. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഓർഡർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ അവരെ കൊണ്ട് തന്നെ ഫോൺ ചെയ്യിപ്പിക്കുക. ഈ ഒരു വെക്കേഷനിൽ എന്തൊക്കെയാണ് അവർ പഠിച്ചതെന്നുള്ളത് അവരുടെ ഗ്രാൻഡ് പാരൻസിനോടൊക്കെ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ. ഒരു കുട്ടി അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് വ്യക്തമായി പറയാൻ പഠിക്കുമ്പോൾ അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അല്ലേ. അങ്ങനെ സംസാരിക്കുമ്പോൾ വെറുതെ നമ്മൾ സ്റ്റേജിൽ കയറി ബൈഹാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അല്ല. ലൈഫിൽ അവർ ശരിക്കും പഠിച്ച കാര്യങ്ങൾ, ശരിക്കും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കോൺഫിഡൻസ് ആണ് അവർക്ക് ആക്ച്വലി ബിൽഡ് ചെയ്യപ്പെടുന്നത്. സോ ആ ധൈര്യം ഈവൻ അവർ ക്ലാസ് പ്രസൻറ്റേഷൻസ് ചെയ്യുമ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഫുൾ നമുക്കത് അവരിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി പ്ലേ ഔട്ട്സൈഡ് വിത്തൗട്ട് സ്ക്രീൻ. യെസ്, സ്ക്രീൻ ഒഴിവാക്കി പുറത്തു പോയി കളിക്കുക. ഇത് എത്ര തവണ പറഞ്ഞാലും ശരിക്കും മതിയാവില്ല അല്ലേ. പുറത്തുപോയി കളിക്കുക എന്നത് വെറും ഒരു രസം മാത്രമല്ല, അത് കുട്ടികളുടെ തലച്ചോറിന് ഒരുപാട് എനർജി കൊടുക്കും. ഓടുമ്പോഴും അതുപോലെ ഇപ്പോൾ സ്വിമ്മിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ട്രെസ് ആക്ച്വലി കുറയും, അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. സോ അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകാനുള്ള ഒരു സ്കില്ലും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ വെക്കേഷന് നമ്മൾ കുട്ടികളെ എന്തെങ്കിലും സ്പോർട്സ് പഠിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ് ആവട്ടെ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതൊക്കെ അവർ പഠിക്കട്ടെ. ഇത് ആക്ച്വലി ഹാർഡ് വർക്ക്, ടീം വർക്ക്, അല്ലെങ്കിൽ ഫെയിലായാതെ എങ്ങനെ നേരിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഈ ഗെയിംസിലൂടെയൊക്കെ ഈ സ്പോർട്സിലൂടെയൊക്കെ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. സോ ഇതൊന്നും നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെയും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ. സോ ദിവസം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മൊബൈലും TV ഒന്നും ഇല്ലാതെ പുറത്തു പോയി കുട്ടികൾ കളിക്കട്ടെ. ഫോണും സ്ക്രീനൊക്കെ നമുക്ക് പിന്നെ ആവാലോ അല്ലേ. നെക്സ്റ്റ് ഇസ് കോഡിംഗ്. സോ ഈ കോഡിംഗ് പഠിക്കണം എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്കിതിൽ ആദ്യം പറയാനുള്ളത്, കോഡിംഗ് പഠിക്കുന്നത് കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെ വളർത്താൻ സഹായിക്കും. അത് തീർച്ചയായും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും മാത്തമാറ്റിക്കൽ തിങ്കിങ്ങിന് പകരാവില്ല. ശരിക്കും പറഞ്ഞാൽ കോഡിങ്ങും ഈ മാത്സും ഒക്കെ ഇൻ്റർകണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കോഡിങ്ങിൽ വരുന്ന വേരിയബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ആൾജിബ്രയിൽ പഠിക്കുന്നത് തന്നെയല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്യാരക്ടർ, കുട്ടികൾ ഡിസൈൻ ചെയ്ത ഒരു ക്യാരക്ടർ മൂവ് ചെയ്യണമെങ്കിൽ അത് X കോർഡിനേറ്റിലും Y കോർഡിനേറ്റിലും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോർഡിനേറ്റ് ജോമെട്രി തന്നെയാണ് അല്ലേ. അതുപോലെ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതുന്നതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ആക്ച്വലി നമ്മൾ മാത്സിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാത്സിൽ നല്ലൊരു ബേസ് ഉള്ള കുട്ടിക്ക് കോഡിംഗ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. സോ വെറുതെ കുറച്ച് കമാൻഡുകളൊക്കെ ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ അതെന്താണ് അതിൻ്റെ ബാക്കിലെന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മാത്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ വേണം അല്ലേ. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ ഇപ്പോൾ 60 days ഉണ്ട്, 2 months ഉണ്ട് അല്ലേ. സോ ഈ ഒരു വെക്കേഷൻ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയാനുള്ളതല്ല, മറിച്ച് നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായത് ചെയ്യിപ്പിക്കാം. ദിവസം കുറച്ച് നേരം കണക്ക് ചെയ്യിപ്പിക്കാം, 20 to 30 minutes or 1 hour മാക്സിമം. ഇനി വായിക്കുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി കൃത്യമായി നോട്ട് ചെയ്യാൻ പറയുക. അതുപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അവർ അന്വേഷിച്ച് കണ്ടെത്താൻ പഠിക്കട്ടെ. ആ റിസർച്ച് ഹാബിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കാനും നന്നായി ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പുറത്തു പോയി കളിക്കുക, സ്പോർട്സ്, പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ അവരെ ചേർത്തുക. ഫോണും സ്ക്രീനൊക്കെ നോക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ഈ ഒരു സമയത്ത് ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോകും. സോ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു സ്കിൽസ് ഒന്നും അവർക്ക് ഒരിക്കലും അവരുടെ കളിക്കുന്ന ടൈം നഷ്ടപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല, ഒരു സാക്രിഫൈസും അല്ല. ഇറ്റ്സ് എ ബിഗ് ഗിഫ്റ്റ് ടു ദം. ഈ വെക്കേഷന് കുട്ടികൾക്ക് വലിയ പ്രഷറൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് മടുപ്പ് ഇല്ലാതെ കുറച്ച് ചിട്ടയോടെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും വഴി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും എക്സൻ ബൈ ഫൗണ്ടേഷൻ കോഴ്സ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇത് പ്രത്യേകിച്ച് 6 to 10 ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതാണ്. സോ ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 10th ക്ലാസ്സൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി 8 and 9 ക്ലാസ് 8 and ക്ലാസ് 9 സ്റ്റാർട്ട് ചെയ്യുന്നത് April 6th അതുപോലെ ക്ലാസ് 6 and ക്ലാസ് 7 സ്റ്റാർട്ട് ചെയ്യുന്നത് April 20th. സോ കുട്ടികളുടെ ഒരു തിങ്കിങ് ഹാബിറ്റ്, അതുപോലെ മാത്ത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ, നല്ല സ്റ്റഡി ഹാബിറ്റ്സ്, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതന്നെ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ അവരുടെ കൂടെ മെൻറ്റേഴ്സും ഉണ്ടാവും. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആൻഡ് കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.